മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിനിടയിലും ചില വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് ദുബായിലെ സ്വർണ്ണ വിപണിക്ക് ആശ്വാസമാകുന്നു. ഇന്ത്യയിൽ ഇനിയും സ്വർണ്ണവില കുറയുമോ എന്നാണ് ആഭരണ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ദുബായിൽ നിന്നുള്ള ചില വിമാന സർവീസുകൾ ആരംഭിച്ചതോടെ ഇത് പ്രധാന ആഗോള വ്യാപാര കേന്ദ്രത്തിൽ നിന്നുള്ള സ്വർണ്ണ പ്രവാഹം ഈ ആഴ്ച ഭാഗികമായി പുനരാരംഭിക്കാൻ കാരണമായതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിമാന സർവീസുകൾ പുനരാരംഭിച്ചതോടെ ദുബായിലെ സ്വർണ്ണ വിപണിക്ക് ആശ്വാസമാവുകയാണ്. ഇന്ത്യയിൽ ഇനിയും സ്വർണ്ണവില കുറയുമോ എന്നതാണ് ആഭരണ പ്രേമികളടക്കം ഉറ്റുനോക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാനെതിരായ US-ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സ്വിറ്റ്സർലൻഡ്, ഹോങ്കോങ്, ഇന്ത്യ എന്നിവിടങ്ങളിലേക്ക് പ്രധാന സ്വർണം വിതരണം ചെയ്യുന്ന കേന്ദ്രമായ ദുബായിലേക്കും തിരിച്ചുമുള്ള ഭൗതിക സ്വർണ്ണ വിതരണത്തെ തന്നെ ബാധിച്ചിരുന്നു. പശ്ചിമേഷ്യയിലുടനീളം വ്യാപകമായ യാത്രാ വിമാന സർവീസുകൾ റദ്ദാക്കിയത് കാരണമായിരുന്നു ഇത്. വ്യോമഗതാഗതം ഇപ്പോഴും നിയന്ത്രണാതീതമായി തുടരുകയാണ്. പക്ഷേ ചില ഡെലിവറികൾ പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. ഉയർന്ന മൂല്യഭാര അനുപാതം കാരണവും സുരക്ഷാ ഇൻഷുറൻസ് പ്രശ്നങ്ങൾ കാരണവും സ്വർണം വിമാനത്തിലാണ് കൊണ്ടുവരുന്നത്. ഫ്ലൈറ്റ് റഡാർ 24-ലെ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് ദുബായ് വിമാനങ്ങൾ സാധാരണ ട്രാഫിക്കിന്റെ 37%. കുറഞ്ഞ വിമാന ഗതാഗതം, ബുള്ളിയൻ ഡെലിവറിക്കുള്ള ഇൻഷുറൻസ്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചെലവുകൾ വർദ്ധിക്കുന്നുണ്ടെന്ന് മറ്റു വൃത്തങ്ങളും പറയുന്നു. ഒരു പ്രധാന സ്വർണ്ണ ഉപഭോക്താവായ ഇന്ത്യക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിനായി ലണ്ടൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. അടുത്ത 2 ആഴ്ചത്തേക്ക് ഇന്ത്യയുടെ ആവശ്യം നിയന്ത്രണ വിധേയമാകുമെന്നാണ് വ്യാപാരികളും പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അയവില്ലാതെ തുടരുന്നത് ആഗോള വിപണികളെ ഉലച്ച സാഹചര്യത്തിലാണ് സ്വർണത്തിന്റെ വിലയിടിവ് തുടരുന്നത്. ഇന്നലെ മാത്രം 2 തവണയായി സ്വർണത്തിന് 1120 രൂപയാണ് 1 പൗണ്ട് സ്വർണത്തിന് കുറഞ്ഞത്. തുടർച്ചയായ 2ാം ദിനമാണ് വിലയിടിവ്. ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് നിലവിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.